ഹലോ കൂട്ടുകാരെ, നമുക്ക് ഉഴുന്ന് കുറവാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അരി എങ്ങനെ അരച്ചെടുക്കാമെന്ന് നോക്കിയാലോ. ഇതിപ്പം 3/4 കപ്പ് ഉഴുന്നാണേ. 3/4 കപ്പ് എന്ന് പറയുമ്പോൾ 250 ഗ്രാം ഉഴുന്നുണ്ട്. ഈ കപ്പിൽ തന്നെ 3 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 കപ്പ് റേഷൻ അരിയും കൂടെ ചേർത്തിട്ടാണ് അരി അരയ്ക്കുന്നത്. അരി നന്നായിട്ട് കഴുകി നമ്മൾ ഒരു 5 മണിക്കൂർ, മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കണം. അതിന് അരയ്ക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് 1 കപ്പ് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് 2 തവി അരിപ്പൊടിയോ ഇടിയപ്പം പൊടിയോ എന്തേലും കലക്കി കാച്ചി കുറുക്കി തണുപ്പിച്ച് വയ്ക്കണം നേരത്തെ, നമ്മൾ അരി അരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട്. എന്നിട്ട് ഈ ഉഴുന്ന് അരച്ച് കഴിഞ്ഞിട്ട് അരി അരയ്ക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ കുറുക്കി വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് അരിയും ഈ കുറുക്കിയ മാവും കൂടെ ചേർത്ത് നമ്മൾ നന്നായി അരച്ചെടുത്ത് നമ്മൾ കൈകൊണ്ട് ഇളക്കി യോജിപ്പിച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇത് കണ്ടോ, നല്ല പതഞ്ഞ് സോഫ്റ്റായിട്ട് മാവിരിപ്പുണ്ട്. നമുക്കിവിടെ രാത്രി മൊത്തത്തിൽ മഴയായിരുന്നു കേട്ടോ. എന്നിട്ട് കൂടി മാവ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. മഴയായാലും തണുപ്പായാലും ചില പറയില്ലേ, തണുത്ത കാലാവസ്ഥയിൽ മാവ് നന്നായിട്ട് പൊന്തി കിട്ടത്തില്ല. ഇവിടെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നം വരത്തില്ല കേട്ടോ. മഴയായാലും പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ അരയ്ക്കുന്നതിന് കുറച്ച് മുന്നേ ഒരു 2 തവി മാവെടുത്ത് 1 കപ്പ് വെള്ളത്തിലൊന്ന് കലക്കി അടുപ്പിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അത് തണുത്തതിന് ശേഷം നമ്മുടെ അരിയോടൊപ്പം അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ. നമ്മൾ 2 കപ്പ് അരിക്കൊക്കെ 1 കപ്പ് ഉഴുന്ന് ചേർത്തരയ്ക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോരുത്തർ. അവരോടെല്ലാം ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തേക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പറയായോ നന്നായിട്ട് ശരിയായിട്ടുണ്ടെന്ന്. അതുപോലെ നിങ്ങളും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലിടണേ. എന്നാൽ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്കിങ്ങനെ കൈകൊണ്ട് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു തരാവേ. നമ്മൾ ഇഡ്ഡലി ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇഡ്ഡലി പാത്രം ഇങ്ങനെ കമഴ്ത്തിയിട്ട് അതിൻ്റെ പുറം ഭാഗത്ത് ഇങ്ങനെ ടാപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ കാണിച്ചിട്ട് വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ. പുറം ഭാഗത്ത് ഇഡ്ഡലി ഇങ്ങനെ മറിച്ച് പൈപ്പിൽ കാണിച്ച് വെള്ളം കാണിച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്പൂണോ ഒന്നുമില്ലാതെ കൈകൊണ്ട് തന്നെ ഇഡ്ഡലി ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു ടിപ്സ് നിങ്ങൾ ഇനി ഉണ്ടാക്കുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ എല്ലാവരും. ഇന്നിപ്പോൾ എനിക്കിവിടെ തക്കാളിയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ഇന്ന് എനിക്ക് തക്കാളി ചമ്മന്തിയാണ് കേട്ടോ. ഇവിടെ തക്കാളി ചമ്മന്തി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തക്കാളി ചമ്മന്തിയും ഇഡ്ഡലിയാണ്. നിങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ ഇഡ്ഡലി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയുക. അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ.